എവിടെ നിന്നോ വന്ന് എവിടേക്കോ പോയ ഒരു നടി ഉണ്ടായിരുന്നു 80കളിൽ മലയാളത്തിൽ. അവരുടെ പേര് സന്ധ്യ. മുഴുവൻ പേര് സന്ധ്യ റാണി. അവർ മലയാള സിനിമയിലേക്ക് കടന്നു വന്നത് ഇലഞ്ഞിപ്പൂക്കൾ എന്ന ചിത്രത്തിലൂടെ. ഇലഞ്ഞിപ്പൂക്കൾ മംഗളം വാരികയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന നോവലായിരുന്നു. ഇഗ്നേഷ്യസ് ആണ് അത് എഴുതിയത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വല്ലാത്ത ഒരു ഹിറ്റ് നോവലായിരുന്നു ഇലഞ്ഞിപ്പൂക്കൾ. ഇലഞ്ഞിപ്പൂക്കളിലൂടെ മംഗളം വാരികയുടെ സർക്കുലേഷൻ ഇരട്ടിയായി കുതിച്ചുയർന്നത് ഒക്കെ ചരിത്രം. അതിലെ നായികയായിരുന്നു സന്ധ്യ, നായകൻ രതീഷ്, ശങ്കർ അടക്കമുള്ള സൂപ്പർ താരങ്ങൾ അഭിനയിച്ചു ആ ചിത്രത്തിൽ. ഇലഞ്ഞിപ്പൂക്കൾ എന്ന നോവൽ സിനിമയാക്കിയപ്പോഴും അത് വലിയ വിജയമായി മാറി. പിന്നീട് സന്ധ്യയെ കാത്തിരുന്നത് മോഹൻലാലിൻ്റെ നായികാവേഷമാണ്. സർവകലാശാല എന്ന ചിത്രം മലയാളത്തിലെ മികച്ച ക്യാമ്പസ് ചിത്രങ്ങളിൽ ഒന്ന്. വേണു നാഗവള്ളിയാണ് ആ ചിത്രം സംവിധാനം ചെയ്തത്. ആ ചിത്രവും വലിയ ഹിറ്റായി മാറി. അതിനുശേഷം സന്ധ്യ മലയാള സിനിമയിൽ സജീവമാകുമെന്ന് പലരും വിശ്വസിച്ചു. പക്ഷേ ഉടലഴക് കാണിക്കാനായിരുന്നു സന്ധ്യയുടെ വിധി. അക്കാലത്ത് 92കളിൽ എ ചിത്ര തരംഗം വന്നപ്പോൾ ആദ്യ പാപത്തിലൂടെ പി ചന്ദ്രകുമാർ അഭിലാഷയെ നായികയാക്കി എ ചിത്ര തരംഗത്തിന് തുടക്കം കുറിച്ചപ്പോൾ പാവം സന്ധ്യയും അതിലെ ഒരു ഭാഗഭാക്കായി മാറി. സന്ധ്യയ്ക്ക് നല്ല വേഷങ്ങൾ ചെയ്യണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് അവർ തെലുങ്ക് നാട്ടിൽ നിന്ന് മലയാളത്തിലേക്ക് എത്തിയത്. പക്ഷേ മലയാളത്തിൽ നന്നായി അഭിനയിച്ചിട്ടും കൂടുതൽ അവസരങ്ങൾ അവർക്ക് ലഭിച്ചില്ല. മലയാളത്തിലുള്ള ഒരു മുഖം, മലയാളത്തിലുള്ള യുവതിയുടെ മുഖം അവർക്ക് സ്വന്തമായിരുന്നു. പക്ഷേ അവരുടെ അഭിനയശേഷി മുതലെടുക്കാനോ അവരുടെ അഭിനയശേഷിയുടെ മാസ്മരികത പ്രേക്ഷകർക്കിടയിൽ കൊണ്ടുവരാനോ ഒന്നും അക്കാലത്തെ സംവിധായകർ ശ്രമിച്ചില്ല എന്നത് അക്കാലത്തെ സംവിധായകരുടെ പരാജയം. എന്തായാലും സന്ധ്യ ഇപ്പോൾ സിനിമയിൽ നിന്ന് സജീവമായി വിട്ടുനിൽക്കുകയാണ്. സീരിയലുകളിലും മറ്റും അവരുണ്ട്, പല പല റോളുകളിൽ. സീരിയലിൻ്റെ ഒരു കാലവും കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇപ്പോൾ ചാനലുകളിൽ സീരിയലുകൾ എന്ന് പറയുന്നത് ഒരു വലിയ ഘടകം ഒന്നും അല്ല. സന്ധ്യ ഒരു കാലത്ത് മലയാള സിനിമയിലെ നിരൂപകർ വാഴ്ത്തിയ നടിയായിരുന്നു. പാർവതിയെ പോലെ, കാർത്തികയെ പോലെ സന്ധ്യയും ഒരുപാട് ഉയരത്തിലേക്ക് പോകുമെന്ന് പലരും വിചാരിച്ചു. ഇലഞ്ഞിപ്പൂക്കളുടെ ഹിറ്റ്, അതിനുശേഷം സർവകലാശാലയിലെ ഹിറ്റ്, ഇതൊക്കെ സന്ധ്യയെ ഒരുപാട് ഉയരത്തിൽ എത്തിക്കും എന്ന് പ്രതീക്ഷിച്ചവർക്ക് തെറ്റി. ഒന്നുമാകാതെ പോയി അവർ. എവിടെന്നോ വന്നു എങ്ങോട്ടോ പോയ ഒരു താരം. അങ്ങനെ വേണമെങ്കിൽ അവരെ വിശേഷിപ്പിക്കാം. അവർ ഒരുപാട് സ്വപ്നങ്ങളുമായാകണം മലയാള സിനിമയിലേക്ക് വന്നത്. പക്ഷേ ആ സ്വപ്നങ്ങളൊന്നും സഫലമായില്ല. തോൽക്കാനായിരുന്നു അവരുടെ വിധി. ആ വിധിയിൽ അവർ പശ്ചാത്തപിച്ച് കാണണം. കാരണം മലയാള സിനിമ നല്ല നടിമാരെയും നടന്മാരെയും പ്രോത്സാഹിപ്പിക്കുന്ന ഇൻഡസ്ട്രിയാണ്. സന്ധ്യയുടെ കാര്യത്തിൽ അത് മറന്നു മലയാള സിനിമ ഇൻഡസ്ട്രി.